ബേസ് മോഡൽ മുതൽ ഒരു എലമെന്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഫീൽ ആയിട്ട് നമുക്ക് എടുത്ത് പറയുമ്പോൾ ഒരു ബോക്സി ഷേപ്പിലാണ് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂട്ട്നെസ് നമുക്ക് ബാക്ക് പ്രൊഫൈലും ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നുള്ളത്. അതിന്റെ ബട്ടൺസ് കാരണം ഇവിടെ റിവേഴ്സ് ക്യാമറ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബേസ് മോഡൽ എടുത്താലും റിവേഴ്സ് ക്യാമറ ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതൊരു പ്ലസ് നമുക്ക് കീ വന്നുള്ളത്. കീയും അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ കീ എന്ന വാഹനം നമ്മുടെ കമ്പനി നമ്മൾ ഇന്ത്യയിലോട്ട് വന്നത്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൂടുതൽ ഏറ്റവും പുതിയ സിറോസും സൈറോസും പ്രൊണേഷനിൽ ഒരു വണ്ടി കൂടിയാണ് ഇത്. ഒറ്റ കണ്ട ഒരു ഇലക്ട്രിക് കാറിന് ഒരു ഫീൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ജസ്റ്റ് നോക്കിയിട്ടാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അതിന് ടോപ്പ് എൻഡ് മോഡലേക്കും നമ്മളിത് കൊടുക്കുന്നത് HTX എന്ന് പറഞ്ഞൊരു മോഡലാണ് ഒരു വേരിയൻറ്റ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന സിറോസ് എന്നൊരു വാഹനം. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ ഒരു കിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു EV കാർ തോന്നുന്നു. കാരണം ഫുൾ ഒരു ക്ലോസ്ഡ് ഗ്രിൽ യൂണിറ്റാണ് ഒരു വാഹനത്തിൽ കൊടുത്തത്. പക്ഷേ ഇതിന് വന്നിട്ടുള്ളത് 1 ലിറ്റർ എഞ്ചിനും അതുപോലെ 1.5 ലിറ്റർ IC എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു എലമെൻറ്റ് ശ്രദ്ധിച്ചോ, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു എലമെൻറ്റ് വന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ നമ്മൾ വേറെ കളർ എടുക്കുകയാണെങ്കിലും ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ലൈനാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പരസ്പരം കണക്റ്റഡ് DRലാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടാണ് കിയ ഒരു പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു അട്രാക്ഷൻ ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അതിന് നേരെ താഴെ ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഒരു ഗൺമെറ്റൽ ഫിനിഷിലെ എലമെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ബമ്പർ യൂണിറ്റിൽ എന്തായാലും നല്ലൊരു അടിപൊളി ഫീൽ ആയിട്ട് അത് ബേസ് മോഡൽ മുതൽ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഫീൽ ആയിട്ട് നമുക്ക് എടുത്തു വരാൻ സാധിക്കും. നേരെ ഹെഡ് ലാമ്പിലോട്ട് ഒരു 3 ചാമ്പറായിട്ടാണ് ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല 10 ഇൻഡിക്കേറ്റേഴ്സും DRA പ്രവർത്തിക്കുന്ന ഈ ഒരു ലൈനാണ്. ഭയങ്കര ഒരു ക്യൂട്ട് രീതിയിലാണ് ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര അട്രാക്ഷൻ ഫീൽ നമുക്ക് ലഭിക്കേണ്ട കാണുമ്പോൾ തന്നെ ഫുള്ളൊരു ബോക്സി ഡിസൈനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു അട്രാക്ഷൻ കൂടുതൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു ചെറിയ ക്യൂട്ട് ബോണറ്റും കാണാനായിട്ട് സാധിക്കും. പിന്നെ അഡാസ് ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്താണ് അഡാസ് ഫീച്ചേഴ്സ് വരിക. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോഴാണ് അത് ശരിക്കും ഒരു ക്യൂട്ട്നെസ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു ടോൾ ബോയ് സെഗ്മെൻറ്റിൻ്റെ ഫീലും നമുക്ക് ഈ സൈഡ് പ്രൊഫൈലാണ് കൂടുതൽ മനസ്സിലാവാൻ സാധിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വീൽ സെക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 16 ഇഞ്ച് വീലാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ഡുവൽ ടോൺ കളറിലാണ്. ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കേണ്ട ഡുവൽ ടോൺ കളറും ആ ഒരു പാറ്റേണൊക്കെ ഒരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഒരു വെറൈറ്റി ഫീലായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നുള്ളത് 5 സ്പോക്ക് അലോയ്. അത് മാത്രമല്ല ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള വീൽ ആർച്ചസും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് ഇതിൽ 360 ക്യാമറ വരും. ഇതിൽ തന്നെ ഇലക്ട്രിക് ഫോൾഡും അഡ്ജസ്റ്റും ഇതിൽ ചെയ്യാൻ സാധിക്കും. 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഡോർ ഹാൻഡിൽ കണ്ടോ, ഒരു ഫ്ലഷിൻ ഡോർ ഹാൻഡിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കേണ്ട കാണുമ്പോൾ ഫസ്റ്റ് സെഗ്മെൻ്റാണ് ആ ഒരു ഫീച്ചറൊക്കെ. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഇത് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബോക്സി ഷേപ്പിലാണ് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂട്ട്നെസ് നമുക്ക് ബാക്ക് പ്രൊഫൈലും ഫീൽ ചെയ്യുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ഒരു ടെയിൽ ലാംപ്സ് ആണ്. സ്പ്ലിറ്റഡ് ടെയിൽ ലാംപ്സ് ഈ വാഹനത്തിലുള്ളത് 2 യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു ഇലിമിനേറ്റ് ചെയ്യുന്ന ഒരു ടെയിൽ ലാംപ്സ് ആണ് L ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത്. താഴെയാണ് ഇതിൻ്റെ 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലാണ് റിവേഴ്സ് ലാമ്പ് വന്നിട്ടുള്ളത്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഷാർഫിൻ ആൻറ്റിന ചെറിയൊരു ഇൻഡിക്കേറ്റർ സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഡിഫോക്ക് ലൈൻസും കാണാൻ സാധിക്കും. അതുപോലെ വൈപ്പേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറോസിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 7 DCTR ഗിയർ ബോക്സിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 7 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ റിവേഴ്സ് ക്യാമറ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബേസ് മോഡൽ എടുത്താലും റിവേഴ്സ് ക്യാമറ ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ 465 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി ഒരു വാഹനത്തിൽ കൊടുത്തത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീൽ കാർക്ക് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല പാർസൽ ട്രേ, ഒരു ചെറിയൊരു പാർസൽ ട്രേ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ എന്തിനെ കുറച്ച് സ്പേസ് കൊടുത്തതെന്നുള്ളത്. മാനുവലി ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിഡാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നുള്ളത്. കീയും അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ പിന്നെ കീയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ലോക്ക് അൺലോക്ക് അതുപോലെ ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ആക്കണത് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഈ കീയിൽ വന്നിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്ലഷിൻ ഡോർ ഹാൻഡിലാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കണത്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതൊരു ഇൻറ്റീരിയർ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഡോർ പാഡ് നോക്കിയാൽ അവിടെയും ഡുവൽ ടോൺ വന്നുള്ളത്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നുള്ളത്. അതിൻ്റെ ബട്ടൺസ് കാരണം ഇവിടെ കാണാൻ സാധിക്കും. ആ പ്രത്യേക ഒരു പാറ്റേൺ കൊടുത്തിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സൺ ഷെയ്ഡും അവിടെ കൊടുത്തിട്ടുണ്ട്. കർട്ടനാണ് അവിടെ വന്നുള്ളത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോട്ടലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ്
ഇതിനൊരു ഡോർ പാഡിൽ വന്നുള്ളൂ. പിന്നെ 4 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് ഹർമൻ കാറിൻ്റെ 8 സ്പീക്കേഴ്സാണ് ടോപ്പ് എൻഡിൽ കൊടുത്തുള്ളത്. നല്ലൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. പിന്നെ മേലിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ് വാഹനത്തിൽ വന്നുള്ളത്. പിന്നെ സിറോസിൻ്റെ സ്കഫ് പ്ലേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഓട്ടോ ഹോൾഡ്, ഹെഡ് ലാമ്പിൻ്റെ ലെവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റും കൊടുത്ത്. പിന്നെ ഡാഷ്ബോർഡൊക്കെ ശരിക്കും ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തത്. നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഫസ്റ്റ് സെഗ്മെൻറ്റ് ഒരുപാട് ഫീച്ചേഴ്സ്, ഫുള്ളി ഫീച്ചർ ലോഡഡ് വാഹനം കൂടിയാണ് ഒരു കിയ സിറോസ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീല് ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കിയയുടെ ഒരു പ്രീമിയം വാഹനമായ EV6 കണ്ടുവന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കൊണ്ടുവരണം. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇത് ക്ലസ്റ്റർ കൺട്രോൾ ബട്ടൺസ് കാരണമൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. ടയർ പ്രഷർ മോണിറ്റർ ബേസ് മോഡ് മുതൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അഡാസ് ഫീച്ചേഴ്സ് വരുമ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഒരു വെറൈറ്റി ഫീച്ചറായിട്ട് എടുത്ത് പറയുള്ളത് ഒരു സ്റ്റിയറിംഗ് വീലാണ് ഡ്രൈവ് മോഡ് സെലക്ഷൻ വന്നുള്ളത്. സ്പോർട്ട്, എക്കോ, നോർമൽ എന്നീ 3 ഡ്രൈവ് മോഡാണ് ഈ ഒരു വാഹനത്തിൽ വന്നുള്ളത്. അതുമാത്രമല്ല ടെറൈൻ മോഡ് വന്നിട്ടുണ്ട്. ടെറൈൻ മോഡ് പറയുമ്പോൾ സ്നോ, മഡ്, സാൻഡ് എന്നീ 3 ടെറൈൻ മോഡ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൽ നമ്മൾ മാറ്റുന്ന സമയത്ത് ക്ലസ്റ്ററിലെ തീമും ഇതിൽ മാറുന്നുണ്ട്. കണ്ടോ, സ്പോർട്ട് ആകുമ്പോൾ ഒരു റെഡ് ഫിനിഷ്, എക്കോമ്പോൾ ഒരു ഗ്രീൻ എന്നീ ഗ്രാഫിക്സ് മാറാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് കൺട്രോൾ കാണാൻ സാധിക്കും. പൈപ്പ് കൺട്രോൾസും അവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടാവും. അതിൽ AC കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. ടോപ്പ് എൻഡ് പോകുമ്പോൾ ഇവിടെ ഒരു ഡെമ്മി ബട്ടണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു empty ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഒരു ഇൻഫോടൈം സിസ്റ്റം, അത്യാവശ്യം നല്ലൊരു റെസ്പോൺസീവ് ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഫോണിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്താൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും എത്ര സ്പീഡിലാണ് പോകുന്നത്. കിയ എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡ്, അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് നമ്മൾ ഇന്ത്യയിലോട്ട് കൊടുക്കുന്ന ഒരു മോഡലും കൂടിയാണ് കിയ വാഹന നിർമ്മാണ കമ്പനി. താഴെ മീഡിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഹോം, മാപ്പ്, സെർച്ച്, മീഡിയ, ഫേവറേറ്റ്, സെറ്റപ്പ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഇതും പിന്നെ നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാം. നമുക്ക് പാസഞ്ചറിന് വേണമെങ്കിൽ ഇവിടെ ടോഗിൾ സ്വിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു റോട്ടറി സ്വിച്ച്. താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, AC കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ ഇവിടെ ഡെമ്മി ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആയിരിക്കും കൺട്രോൾസ് വന്നിട്ടുണ്ടാവുക. അതുപോലെ ഇവിടെ 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീഡിയ കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു മൾട്ടി പർപ്പസിലാണ് അത് വന്നുള്ളത്. പിന്നെ ടോപ്പ് എൻഡിൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജ് ഉണ്ടാവും. ഒരു വേരിയൻറ്റിൽ മിസ് ഔട്ടാണ് ഒരു ഫീച്ചർ. ഒരു ട്രാൻസ്മിഷൻ കൊടുത്തു. ഒരു 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഒരു വാഹനത്തിൽ വന്നത്. DCT ആണ് വന്നുള്ളത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പാർക്കിംഗ് ബ്രേക്കിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് സെൻസറിൻ്റെ സൗണ്ട് ഓഫ് ചെയ്യണം ഓണൊക്കെ ഉള്ളത്. പിന്നെ റിവ്യൂ ക്യാമറ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് ബേസ് മോഡൽ മുതൽ ഇതേ ഒരു ക്യാമറയും വന്നുള്ളത്. അതും ബെസ്റ്റ് ഫീച്ചർ നമുക്ക് എടുത്തു. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വേണ്ടെന്നില്ലെങ്കിൽ ഇത് നേരെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ആയി. ഇവിടെ പുഷ് നിൽക്കിയിട്ടുണ്ടെങ്കിൽ അത് കപ്പ് ഹോൾഡർ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു AC വെൻറ്റ് ഹിഡൻ ആക്കിയിട്ടാണ് കൊടുത്തത്. ഇവിടെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു 3D മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തത്. സ്ക്രാച്ച് പ്രൂഫാണ് ഇവിടെ ഫുള്ള് വന്നത്. സ്ക്രാച്ച് ആയാലും കാണിക്കൂല. നല്ലൊരു ക്വാളിറ്റിയിലൊരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. മാനുവൽ ഡിം ചെയ്യുന്ന റിവ്യൂ മിറർ കാണാൻ സാധിക്കും. സൺഷെയ്ഡ്, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. റീഡിങ് ലാമ്പ്, പിന്നെ മെയിൻ ഹൈലൈറ്റ് പാനോറമിക് സൺറൂഫ്. അത്യാവശ്യം വലിയ സൺറൂഫ് ആട്ടോ, നമ്മൾ ബാക്ക് വരെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാസീവ് സൈസ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അതുമാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ 2 വന്നുള്ളത്. അത് നല്ലൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഒരു വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് താഴെ ഈ ബാക്ക് സൈഡിലും കാണാൻ സാധിക്കും. ഒരു പുറം വെക്കുന്ന ഭാഗത്തും നമുക്ക് തണുപ്പ് കിട്ടും വെന്റിലേറ്റഡ് സീറ്റുള്ള കാരണം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കിയ സിറോസിൻ്റെ സെക്കൻഡ് റോയിലാണ്. എന്നെ കൂടുതൽ ആകർഷിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സെക്കൻഡ് റോയിൽ സ്പേസ് ആണ്. കണ്ടോ, അത്യാവശ്യം നല്ല ലെഗ് റൂം അതിലുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല ഹെഡ് റൂം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലുള്ളത് ഇതിൻ്റെ ലെഗ് റൂമാണ്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ USB പോർട്ട് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടോ, നേരെ പുള്ളിയിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ സൈഡ് ഇരുന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കേടുന്നിട്ട് നമുക്ക് ഈ സിറോസിൽ യാത്ര ചെയ്യാൻ സാധിക്കും.
ഒരു ബെസ്റ്റ് സെഗ്മെൻറ്റ് ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല കംഫർട്ടിൽ നമുക്ക് ലോങ് ഡ്രൈവും പോകാൻ സാധിക്കും. പിന്നെ ഈ പാനോറമിക് റൂഫുള്ള ഒരു ചിൽ മോഡിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫീൽ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു പാനോറമിക് റൂഫുള്ള കാരണം. അത്യാവശ്യം നല്ല ലെഗ് റൂമും കംഫർട്ടും ഒരു സീറ്റിൽ ലഭിക്കുന്നുണ്ട്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് നമുക്ക് ഒരു വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് വാങ്ങി ലഭിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് വെന്റിലേറ്റർ ഉണ്ടാവുക. അത് ഈ ഭാഗത്തുണ്ട് സാധാരണ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ 2 സൈഡിലും, പക്ഷെ ഇതിൽ താഴെ മാത്രമാണ് വെന്റിലേറ്റഡ് സീറ്റ് വന്നിട്ടുള്ളത്. അതും ടോപ്പ് എൻഡിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത്യാവശ്യം നല്ലൊരു കംഫർട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയം നമുക്ക് 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. പെട്രോൾ എഞ്ചിൻ ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 118 bhp പവറും 172 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 1.5 ലിറ്ററാണ്, 114 bhp പവറും മാക്സിമം ടോർക്ക് 250 Nm ടോർക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 4 സിലിണ്ടറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം പാക്കഡ് എഞ്ചിൻ പേ ആണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫസ്റ്റിൽ തന്നെ ഒരു ചെറിയൊരു ക്യൂട്ട് ബോണറ്റ് ആണെന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ക്യൂട്ട്നെസ്സോടാണ് ഈ ഒരു ബോണറ്റ് വന്നിട്ടുള്ളത്. കണ്ടോ? വീഡിയോ ഔട്ടർ പറയുന്നതിന് മുന്നേ ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ ഋഷിയേട്ടനോട് പറയുന്നത്. ഋഷിയേട്ടൻ്റെ വണ്ടിയാണിത്. ഋഷിയേട്ടൻ നമുക്ക് റിവ്യൂ എടുക്കാൻ തന്നതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ചെറിയൊരു ബ്രേക്ക്.